റിസൾട്ടും കൂടുതലാണ്, സാമ്പത്തിക ലാഭവും ഇതിലുണ്ട്. ചെറിയ പൈസ ഉള്ളത്. ഇന്നലെ രാത്രി മുതൽ വിരിയൽ തുടങ്ങി. ഇതിൽ വിരിയുന്നു, ഇത് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. 30 കോഴി ഒരു ദിവസം വിറ്റ് കഴിഞ്ഞാൽ ഒരാൾക്ക് ശരിക്കും ജീവിക്കാനുള്ള മാർഗം, കുടുംബത്തിനുമായിട്ട് ജീവിക്കാനുള്ള. നിങ്ങൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നു? ഇല്ല, ഞാൻ ഇത് മാത്രമേ. എഫ് ജി റോവർ എന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ വേങ്ങരക്കടുത്ത് വലിയോറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. റഷീദ് ഖാന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. റഷീദ് ഖാന്റെ ഞാൻ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെയൊക്കെ എന്റെ പുറകിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഈ പുറകിലുള്ള മാത്രമല്ല കേട്ടോ, ഇവിടെയൊക്കെ ഉണ്ട് ഇൻക്യുബേറ്റർ വെച്ചിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ മുട്ട വെച്ച് വിരിയിച്ചെടുക്കുന്ന ഒരു സിസ്റ്റം. അത് വിൽക്കുക, അതിനെ കൊണ്ട് വരുമാനം ഉണ്ടാക്കുക. ആ ഒരു സിസ്റ്റം അറിഞ്ഞിട്ട്, അത് ഒന്നും രണ്ടും അല്ല കേട്ടോ, ഒത്തിരി ഇൻക്യുബേറ്റർ വെച്ചിട്ടാണ് റഷീദ് ഈ കാര്യങ്ങളിലൂടെ ചെയ്യുന്നത്. അതിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റഷീദ് ഖാ, ഈ ഒരു പരിപാടിയിലേക്ക് വന്നിട്ട് ഇൻക്യുബേറ്റർ വെച്ച് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞു? ഒരു വർഷം ഇപ്പൊ തുടങ്ങിയിട്ട്. അതിനു മുന്നേ എന്തായാലും ചെയ്തോണ്ടിരുന്നത്? ഞാൻ ഗൾഫിലായിരുന്നു. ഓ, വിദേശത്തായിരുന്നു. 30 വർഷം പോലെ ഗൾഫിലായിരുന്നു. പിന്നെ അവിടുന്ന് വന്ന് പിന്നെ നിർത്തിയപ്പോ ഏജൊക്കെ ഓവറായി വരികയല്ലേ, അപ്പൊ നിർത്തി. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ചെറിയ എൻക്വയറി ഒക്കെ നടത്തിയപ്പോ, നാട്ടിൽ വന്നപ്പോ എന്തെങ്കിലും തുടങ്ങണം ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെ പറ്റി ഒന്ന് ഇങ്ങനെ എൻക്വയറി നടത്തിയപ്പോ ഇത് കുഴപ്പമില്ല, ലാഭകരമായ ഒരു പരിപാടിയാണ്. കുറച്ച് മെനക്കെടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇത് മുട്ട പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരിക, വിരിയിപ്പിക്കുക, ഇങ്ങനെയുള്ള പരിപാടി എന്നിട്ട് സെയിൽ ചെയ്യുക. അപ്പൊ ഇതിലേക്ക് നിങ്ങൾ വരുമ്പം ഈ ഇൻക്യുബേറ്ററിന് വേണ്ടിയിട്ട് അന്വേഷിച്ചത് അല്ലെങ്കിൽ ഇതൊക്കെ ഏത് വഴിക്കായിരുന്നു? ഇത് നെറ്റിൽ നമ്മളിപ്പോ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കിട്ടൂല ഇപ്പൊ നമ്മൾക്ക്, എല്ലാം നമ്മുടെ കൈക്കുമ്പിളിലായത്. അപ്പൊ അതങ്ങനെ ചെയ്ത് നോക്കുമ്പോ അങ്ങനെ നമ്മളെ സന്തോഷേട്ടനെ പറ്റിയിട്ട് ഒരു ഇത് കിട്ടിയത്. അയാൾ പാലക്കാട്. ഇതേപോലുള്ള സിസ്റ്റം അവർ ചെയ്തു. അവർ കംപ്ലീറ്റ് അത് അവരതാണ്. ടോട്ടൽ ഇത് എത്ര ഉണ്ട്? ഇത് 9 പീസ് ഉണ്ട്. 9 പീസ് ഉണ്ട്. ഓ, അടിപൊളി. ഇത്തിരി ഒന്നിച്ചിട്ട് ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പൊ ഈ 9 പീസും ആദ്യം തന്നെ ഒന്നിച്ച് പർച്ചേസ് ചെയ്തോ? അല്ല, 9 പീസിൽ നിന്ന് 2 പീസ് ഞാൻ ആദ്യം പാർസലായിട്ട് അങ്ങനെ കൊണ്ട് വരുത്തിച്ച് സന്തോഷ് ചേട്ടന്റെ അടുത്ത് നിന്ന്. അങ്ങനെ അത് വെച്ച് നോക്കുമ്പോ ഒരു 85% 90% കണ്ട് വിരിയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് നമുക്കൊരു വിശ്വാസമായല്ലോ, ഇതില് വിരിയുന്നുണ്ട്, സാധനം മൂവ് ആകുന്നുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും പാലക്കാട് അങ്ങേരെ കമ്പനി പോയിട്ട് അവിടുന്ന് പിന്നെ 7 പീസും കൂടി അവിടുന്ന് ഒന്നിച്ച് കൊണ്ടുവന്ന, ഒരു ഒറ്റ ദിവസം കൊണ്ടുവന്നാണ് 7 പീസും കൂടി. അങ്ങനെയാണ് ഞാൻ 9 പീസ് പിന്നെ ഇതില് വെച്ചത്. ഇത് ഒരെണ്ണത്തിൽ എത്ര വെച്ചിട്ടാണ് നമുക്ക്? ഇത് ഈ വലുത് 200 എണ്ണം ആണ്. ഇത് വലിയതാണ്. ഇത് 200 എണ്ണം പോകുന്നതാണ്. ഈ ചെറുതുകളെല്ലാം 100 എണ്ണത്തിന്റെ ആണ്. ഓ, അങ്ങനെയാണ്. അപ്പൊ ഈ വലുത് എത്ര എണ്ണം ഉള്ളത്? 2 വലുത്, 2 വലുതുണ്ട്, പിന്നെ 7 ചെറുതുണ്ട്, ബാക്കിയൊക്കെ ചെറുത്. ഇതിന്റെ സിസ്റ്റം എങ്ങനെയാണ്? ഇതിപ്പോ നമ്മൾ വിരിഞ്ഞു തുടങ്ങുന്നുണ്ടോ? ഇപ്പൊ വിരിയുന്നുണ്ട്. ഇത് ഇന്നലെ രാത്രി മുതൽ വിരിയല് തുടങ്ങി. ഓ, ഇതിൽ വിരിയുന്നു. കൊറേ ആൾക്കാരുണ്ടല്ലോ. ഇതൊക്കെ ഇത് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇത് എനിക്ക് തോന്നുന്നു 90% മേലെ വിരിയും. അത്രയും വിരിയും. കാരണം ഒക്കെ നമ്മള് ചെയ്ത് വെച്ച മുട്ടകളാണ്. ഇതിപ്പോ ഈ ലൈറ്റിന്റെ സിസ്റ്റം ഒക്കെ എങ്ങനെയാ വരുന്നത്? ഇത് നല്ല ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആവും. നമ്മളൊന്നും ചെയ്യണ്ട, ലൈറ്റിനൊന്നും നമ്മളൊന്നും ചെയ്യണ്ട. പക്ഷെ മുട്ട നമ്മള് പിന്നെ ഒരു ദിവസം 3 പ്രാവശ്യം കൈ കൊണ്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കണം. ഓ, അങ്ങനെ അത് 3 പ്രാവശ്യമായിട്ട് ഡയലി ചെയ്യണം. ഓട്ടോമാറ്റിക് അല്ലല്ലോ. ഒന്ന് ചൂട് കിട്ടാൻ വേണ്ടി, എല്ലാ ഭാഗത്തും ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തിരിച്ചു കൊടുക്കണം. അതല്ലാതെ ഇതിന്റെ മുകളിൽ നിങ്ങൾ പേരൊക്കെ എഴുതി വെച്ചാൽ അതെന്താ സംഭവം? ഇത് പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട നമ്മുടെ മുട്ട അല്ല, നമ്മൾ വെളിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നതാണ് മുട്ട. അപ്പൊ ഓരോ ആളുകളുടെ പേര് നമ്മൾ അതിൽ എഴുതും. എങ്ങനെ വാങ്ങിക്കുന്ന സ്ഥലത്തിന്റെ അതെന്തിനു വേണ്ടിട്ട് അങ്ങനെ? അത് കാരണം നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മള് ഇവരത് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മുട്ട ഒഴിവാക്കും. പിന്നെ അവരടുത്ത് മുട്ട വാങ്ങിക്കില്ല. ഒരു 80% വിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ മുട്ട നമ്മൾ വാങ്ങിക്കൂല. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക്? 18ാം ദിവസം മുതൽ ഇത് ചെറുതായിട്ട് ഇങ്ങനെ കൊത്തൽ തുടങ്ങും. വെളിയിൽ ഇവരെ ചുണ്ട് വെളിയിൽ വരൽ തുടങ്ങും. ആ ചുണ്ട് വെളിയിൽ വരുമ്പോൾ അന്ന് മുതലേ തുടങ്ങും. 19, 20 ആകുമ്പോഴേക്കിന് 99% വിരിഞ്ഞിട്ടും. പിന്നെ 1 എണ്ണം 2 എണ്ണമൊക്കെ പിന്നെ ഈ ദിവസത്തിന് ബാക്കി ഉണ്ടാവുള്ളൂ. 21ാം ദിവസം കഴിയുമ്പോഴത്തേന് മൊത്തം വിരിഞ്ഞ് തീർന്നു. പിന്നെ നമ്മൾ അവരെ പിന്നെ ബ്രൂണിങ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കും. ഇൻക്യുബേറ്ററിനെ കുറിച്ച് ഒരു ചെറിയ വിശദീകരണം തരാനാണ്. അതായത് ഇത് തെർമോകോൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. തെർമോകോളാണ് സാധനം. അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ഒക്കെ കുറവായിരിക്കും. വെയിറ്റും കുറവുമാണ്, പക്ഷെ അതുപോലെ തന്നെ ഇതിന്റെ റിസൾട്ടും കൂടുതലാണ്, സാമ്പത്തിക ലാഭവും ഇതിലുണ്ട്. ചെറിയ പൈസ ഉള്ളത്. അത് ശരി. ഇത് ഈ ചെറു പീസിന് 1800 രൂപയും
വലിയ പീസിന് 2500 രൂപയാണ്. ഓ, ചെറിയൊരു പൈസക്ക് നമുക്ക് ഇൻക്യുബേറ്റർ നമുക്ക് 100 മുട്ട വിരിയിപ്പിക്കാൻ പറ്റും. ഒരു 85% റിസൾട്ടും കിട്ടുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു ചെറിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതാണ് ഇതിന്റെ തെർമോസ്റ്റാറ്റ്, അതായത് ഇതിന്റെ ചൂട് ഇതും കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയാണ്. ഇത് 37.7 വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആവും. ഓ, അത് ശരി. ഉള്ളിലത്തെ ലൈറ്റ് ഓഫ് ആവും. പിന്നെ ആ ഫാന് മാത്രമേ കറങ്ങൂ. അപ്പൊ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അതിനെ പറ്റി ആണ്ടൊന്നും നമ്മൾ ഒന്നും ചെയ്യണ്ട, കണക്ട് ചെയ്ത് വിട്ടുകൊടുത്താൽ മതി. അതാണത്. ഇത് പിന്നെ ഇതൊരു ബൾബ് ഇവിടെ, ഒരു ഓൾഡർ, ഒരു ബൾബ്, ഇവിടെ ഒരു ഫാന്. ഇതാണ് അതിന്റെ സിസ്റ്റം. ഇത്തരം കാര്യങ്ങൾ ഇതിലുള്ളൂ. സിമ്പിൾ പരിപാടി. അതെ. ഇതിപ്പോ ഇത് 100 മുട്ട വെക്കുന്നതാണ്. 100 മുട്ടയുടെ ഇത് 100 മുട്ടയുടെ ട്രേ ആണ്. പക്ഷെ ഇത് 100 എണ്ണം അല്ല, കാരണം ഇതിൽ കുറച്ച് താറാവ് മുട്ട വലുതുണ്ടായതുകൊണ്ട് ഞാൻ 80 മുട്ട ഇതിൽ വെച്ചിട്ടുള്ളൂ. കുറച്ച് കാരണം ഉള്ളിൽ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഇത് ഇളക്കി കൊടുക്കുന്നത് എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കിയാൽ മതി, കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ മുട്ട എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കറക്കി കൊടുത്താൽ മതി, പൊട്ടി പോവാതെ ശ്രദ്ധിച്ചാൽ മതി. അതാണ് ചെറിയൊരു പാത്രത്തിൽ വെള്ളം വെക്കുക. വെള്ളം വെക്കുക. അപ്പുറത്തെ റൂമിൽ നമ്മൾ വിരിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മാറ്റിയാണ് വരാം. കൂട്ടിലേക്ക് മാറ്റും. 2 ദിവസം അവിടെ ഇടുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഇതേപോലെ കൂട്ടിലേക്ക് മാറ്റി. ഇതിപ്പോ 10 ദിവസം കഴിഞ്ഞവരാണ്. 10 ദിവസം കഴിഞ്ഞവരാണിത്. അപ്പൊ ഈ ഒരു പ്രായത്തിൽ തന്നെ നിങ്ങൾ കൊടുക്കുവോ? അല്ല, ഞാൻ 10 ദിവസം വെക്കൂല. ഇത് ബാലൻസ് വന്നതാ. 100-150 ആവുമ്പോഴേ ചിലവർ 100 പീസ് എടുക്കും, ചിലവർ 50 പീസ് എടുക്കും. അങ്ങനെ ബാലൻസ് വരുന്നതാണിത്. പിന്നെ അവര് പിന്നെ അങ്ങനെ വലുതായിട്ട് ഇവിടെ തന്നെ അങ്ങനെയാണ് കൂടി. അല്ല, അപ്പൊ അത് കൊടുക്കുന്നതിന് പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ചിലവർ ഇങ്ങനെ ഒരു 10 ദിവസം 15 ദിവസം ഉള്ളതിന് എൻക്വയറി ഉണ്ടാവും. അപ്പൊ അത് നമ്മള് അവർക്ക് കൊടുക്കും. ഇതൊക്കെ ഇവിടെ വിരിഞ്ഞവരാനാണ്. കുറച്ചും കൂടി വലുതാണ്. അതിന് താറാവും കുഞ്ഞുണ്ട്. അതില് 3 താറാവും കുഞ്ഞുണ്ട്. ബാക്കിയുള്ള കോഴികളാണ്. അപ്പൊ താറാവും എല്ലാം നിങ്ങൾ വിരിപ്പിക്കുന്നുണ്ട്. താറാവ് വിരിപ്പിക്കുന്നുണ്ട് നമ്മള്. അപ്പൊ അതും അതില് ബാലൻസ് വന്നാണ്. അപ്പൊ ഇതിൽ വലിയ കോഴിയൊക്കെ കാണുന്നുണ്ടല്ലോ. ഇത് നമ്മള് മുട്ടക്ക് വേണ്ടിട്ട് ഇവരെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൊണ്ടുവച്ചാണ്. ഇത് നമ്മൾ വാങ്ങിച്ചത്. സിൽക്കി, അമേരിക്കൻ സിൽക്കി എന്ന് പറയും. അപ്പൊ ഇതിന്റെ മുട്ടയും വിരിയിക്കാൻ വേണ്ടി വെക്കലുണ്ട്. നമ്മൾ ആ കൂട്ടത്തിൽ വെക്കും. അത് സാധാരണ നാടൻ കോഴി മാത്രം, ഇവിടുത്തെ കോഴി മാത്രമല്ല, അല്ല വിദേശി ഉണ്ട് ഇതില്. ഈ വിരിഞ്ഞ കോഴി കുഞ്ഞുങ്ങൾ ശരിക്കും എത്ര ദിവസം കൊണ്ട് നിങ്ങൾ കൊടുക്കും? 3-ാം ദിവസം നമ്മൾ വിൽപ്പന തുടങ്ങും. 3-ാം ദിവസം കൊടുക്കൽ തുടങ്ങും. 2-3 ദിവസം നിങ്ങളുടെ നിർത്തിയിട്ട് ചൂട് കൊള്ളിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നു. പ്രശ്നമൊന്നും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ഇവര് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരും ഇതിന് ചൂട് കൊടുക്കും, അങ്ങനെയൊന്നും വേണോ? അല്ല, അവര് കൊണ്ടു ചെല്ലുന്ന ഒരു 2 ദിവസം അവരും ചൂട് കൊടുക്കണം. വേണം. ശരിക്കും അവരും 2 ദിവസം ചൂട് കൊടുക്കണം. അപ്പൊ ഇതിനൊരു ഉന്മേഷം കിട്ടുള്ളൂ. ഈ കൊണ്ടുപോകുന്നത് ശരിക്കും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്? ഇത് വളർത്താനുള്ളവരുണ്ട്, ചിലവര് വിൽപ്പനക്കുള്ളവരുണ്ട്. അവരും വിൽക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ചും കൂടി വലുതാക്കിയിട്ട് ഫാമില് വലിയ പീസാക്കിയിട്ട് അവർ അങ്ങനെ വിൽക്കും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ഇതേപോലുള്ള ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പൊ ആർക്കെങ്കിലും തുടങ്ങാൻ ആഗ്രഹം തുടങ്ങിക്കഴിഞ്ഞാല് അത് ശരിക്കും ലാഭം ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഒരു വരുമാന മാർഗമായിട്ട് ഒരു ഫാമിലിക്ക് കടന്നു പോകാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും ഇതൊരു നല്ല വരുമാനം തന്നെയാണ്. നമ്മളൊരു പീസ് വാങ്ങിച്ചിട്ട് വിൽക്കുന്നത് നമ്മൾ 55 രൂപക്കാ. ഒരു കോഴിക്കുഞ്ഞിന് നമ്മൾ വിൽക്കുന്നത് 55 രൂപക്കാ. 12 രൂപക്ക് നമ്മൾ മുട്ട വാങ്ങിച്ചാലും മറ്റുള്ള എല്ലാ ചിലവും കൂടി ഒരു 10 രൂപ കൂട്ടിയാലും 22 രൂപ നമുക്ക് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ലാഭം തന്നെയല്ലേ? ലാഭം തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം വെച്ചിട്ട് നമുക്ക് ഏകദേശം എത്ര കോഴി വിറ്റ് പോകണം? ശരിക്ക് എന്ന് പറഞ്ഞാൽ 30 കോഴി ഒരു ദിവസം വിറ്റ് കഴിഞ്ഞാൽ ഒരാൾക്ക് ശരിക്കും ജീവിക്കാനുള്ള മാർഗം, ഒരു കുടുംബത്തിൽ സുഖമായിട്ട് ജീവിക്കാനുള്ള. നിങ്ങൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നില്ല? ഇല്ല, ഞാൻ ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു പരിപാടിയില്ല. ഫാമിലി ഇതുകൊണ്ട് എന്നല്ല, ഒരു മകനുണ്ട് വെളിയില്. പക്ഷെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇതുകൊണ്ട് അങ്ങനെ തീർന്നിട്ട് സന്തോഷമായിട്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ റഷീദ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇത് പിന്നെ പ്രവർത്തിക്കുന്നത്, ഇതെങ്ങനെ വാങ്ങിക്കാം, വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റഷീദ് നമ്മളോട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക കേട്ടോ. ഇപ്പൊ ഓൾറെഡി റഷീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സന്തോഷാണ് അല്ലെ, സന്തോഷാന്റെ നമ്പറും കൂടി ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾക്ക് ആയിരിക്കും വേണമെങ്കിൽ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, ഡയറക്റ്റ് ചോദിക്കാമല്ലോ. ഇനി കൂടുതലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിളിക്കാം, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.